Hi friends, അപ്പോൾ എല്ലാവർക്കും Villagegeniusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റണ്ണർ കസ്റ്റമൈസ് ചെയ്ത സ്റ്റണ്ണർ നമ്മൾ പൊളി മാർക്കറ്റിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇടുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, ഞാൻ അവിടെ പോയപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരുപാട് പാർട്സുകൾ കിട്ടുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഓക്കെ, അത് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം, ടൈം കളയണ്ട. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അപ്പോഴാണ് സാധനം വന്നത്. ഒരു പാക്ക് വന്നിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പ്ലാസ്റ്റിക് പാക്ക്. അശ്വിൻ പ്രസാദ് കേട്ടോ, നമ്മുടെ ബഡ്ഡിയാണ്, കസിനാണ്. പുള്ളിക്ക് ആ സാധനം വന്നത്. നോക്കട്ടെ, ഞാനതേ ഒന്ന് രണ്ടേ ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ സാധനം ആ കവറിൽ നിന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബലമാണ് കേട്ടോ ഇതിന്. പൊട്ടിച്ച് നോക്കാം. ഇതേതാ കമ്പനി? മോക്സി. കേട്ടിട്ടുണ്ട്. ഇതൊരു കൊറിയൻ കമ്പനിയാണ് കേട്ടോ, മോക്സി. പവർ ഫിൽറ്റേഴ്സാണ് മോക്സി കമ്പനി കൂടുതൽ ഇറക്കുന്നത്. പവർ ഫിൽറ്റേഴ്സ് വണ്ടിക്ക് വേണ്ട, ഇപ്പോൾ നമ്മൾ RS100 കാണുന്ന ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നത്, ഒരു ചെറിയ ഹൈഡ്രോളിക്കിൻ്റെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അതൊക്കെ മോക്സി ഇറക്കാറുണ്ട്. പിന്നെ ഇവർക്ക് തന്നെ GP എന്ന് പറയുന്നൊരു എഡിഷൻ കൂടി ഉണ്ട് മോക്സിൻ്റെ. അതെ, മോക്സിയുടെ എംബ്ലം ഉണ്ട്. മോക്സിയുടെ ഒറിജിനൽ സാധനമാണ് കേട്ടോ ഫിൽറ്റർ വന്നേക്കുന്നത്. അതായത് ഒറിജിനൽ സാധനമാണെങ്കിൽ നമുക്ക് ആ എംബ്ലം നല്ല ബൾജ് ചെയ്ത് കാണാം. ഇതുണ്ടല്ലോ, ഇതാണ് മോക്സിയുടെ കേട്ടോ. അമ്മ അവിടെ ചായ കുടിക്കാൻ വിളിക്കുന്നത് എൻ്റെ ഇടയിൽ. അപ്പം കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ തവണ എടുത്തേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബ്ലാക്ക് കളറാണ് എനിക്കിഷ്ടപ്പെട്ടു, മറ്റേത് കാപ്പിയായിരുന്നു. ഇത് നമ്മുടെ ഫിൽറ്ററിന് പക്ക സൂട്ടാണ്. പിന്നെ സൈസ് ശകലം വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കെന്നാൽ ഇത് വെച്ച് നോക്കിയിട്ട് സൗണ്ടും പെർഫോമൻസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇരിട്ടി മയിലാടുംപാറയിലേക്കാണ് പോകുന്നത് കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്, ഏതാണ്ട് 7 മണിയോടുകൂടി. അപ്പോൾ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് മറ്റു കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ്. നമുക്കൊരു ടാങ്കൊക്കെ വേണം. നമ്മുടെ ട്രൈക്കിന് ഒരു പെട്രോൾ ടാങ്ക് വേണം. അപ്പോൾ അവിടുന്ന് സൂട്ടായ ഏതെങ്കിലും ഒരു പെട്രോൾ ടാങ്കും, മോവറിൻ്റെയോ എന്തെങ്കിലും ഒരു ടൈപ്പ് പെട്രോൾ ടാങ്ക് സൂട്ടായി, കുറച്ച് സൈസ് കുറഞ്ഞ എന്നാൽ നമ്മുടെ വണ്ടിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടാങ്ക് നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇരിട്ടി എത്തും. പിന്നെ ഇത് ഫേമസ് ആയ ടെമ്പിളാണ് കണ്ണൂരുള്ളത്, കൊട്ടിയൂരമ്പലം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി മയിലാടുംപാറയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് ഇരിട്ടി മയിലാടുംപാറയിലുള്ള റഷീദ്ക്ക എന്ന് പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ സ്ക്രാപ്പ് യാർഡിലാണ്. സ്ക്രാപ്പല്ല, ഇതൊരു സെക്കൻഡ് ഹാൻഡ് പൊളി മാർക്കറ്റാണ്. ഓക്കെ, ഒരു മിനി പൊളി മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് കിട്ടും. ഞാനിവിടെ വണ്ടി കൊടുക്കാൻ വന്നോണ്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. അടുത്ത വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. ഞാൻ ഇതിനായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ഷോർട്സ് വെച്ച് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിൻ്റെ ബൈക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റണ്ണർ വേറൊന്നുമല്ല, നമുക്ക് വേറെ വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഭാഗത്തൊക്കെ എടുക്കാം ഉണ്ടോ, നമ്മുടെ ഒരു F-Side ഇവിടെ കിടപ്പുണ്ട്, നല്ല സൂപ്പർ വീല്. പിന്നെ ആഡക്സ് കിടപ്പുണ്ട്, സ്വിഫ്റ്റ്, ബൊലേറോ, ജീപ്പുണ്ട്, മാരുതി 800 തുടങ്ങിയ എല്ലാ വണ്ടികളുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതാണ് കേട്ടോ. ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങൊക്കെ പ്രശ്നം പറ്റിയിട്ട് ഒഴിവാക്കി വിടുന്നതാണ്. സ്പീക്കർ ടോക്സിൻ്റെ ഉടമയും പിന്നെ വണ്ടിയാണ് കേട്ടോ. കിടക്കുന്ന കിടപ്പ് കണ്ടോ. വീലഴിച്ചു, ഫ്രണ്ട് വീലും കാര്യങ്ങളൊക്കെ അഴിച്ചു. പിന്നെ നമ്മുടെ കാറിൻ്റെ ഡോറ് കൊണ്ടുവന്നു, ചെറിയൊരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ കമ്പനിയിൽ നിന്ന് ചെറിയ സ്ക്രാച്ച് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി ഒഴിവാക്കി വിടുന്ന പൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എടുക്കും. പിന്നെ ഇവിടെ അലോയ് വീൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അലോയ് വീൽസ്, റിമോ, അതൊക്കെ എന്താ പറയുക, പെയിൻറ്റ് ഫാക്ടറിയിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻ എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആയിരിക്കും. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്ന് പറയില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു
പെർഫെക്റ്റ് അല്ല എന്നുള്ള ചെറിയ കാരണം കൊണ്ട് ഒഴിവാക്കി വിടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് മേടിക്കാം, അല്ലെങ്കിൽ പകുതിയൊക്കെ താന്ന സ്ക്രാപ്പ് വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം. ഇപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഉണ്ടാവും, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പ്രീമിയർ പത്മിനി കണ്ടു, 1895 ഉള്ള ഒരു പ്രീമിയർ പത്മിനി, അതും ഹാൻഡ് ഗിയറുള്ളൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വരുന്നത് ഒരു 4x4 ജീപ്പുണ്ട്, പിന്നെ സെൻ കിടപ്പുണ്ട്, സ്വിഫ്റ്റ്, ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ബൈക്കിൻ്റെ പാർട്സാണ് കേട്ടോ, ഫുള്ള് ബൈക്കിൻ്റെ. നോക്കിയാൽ നമ്മുടെ സ്കോഡയുടെ ഒരു വണ്ടി കിടക്കണമുണ്ടോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് വെഹിക്കിൾസാണ് കൂടുതലും. പിന്നെ അതാ സ്കോഡയുടെ കാറ് കിടക്കുന്നു, സ്കോഡയുടെ ഫാബിയ എന്ന് പറയുന്ന കാറാവട്ടെ കിടക്കുന്നത്, KL14 14 പിന്നെ സെൻസറോ ഒക്കെയുള്ള വണ്ടിയാണ്. വീലൊക്കെ സൂപ്പറാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ജീപ്പ് കിടപ്പുണ്ട്, അതൊക്കെ ഉടനെ പൊളിച്ച് ഇരുമ്പായി ബാംഗ്ലൂർ, മഹാരാഷ്ട്ര അങ്ങനെ ആ സ്ഥലത്തേക്കൊക്കെ പോവും. അങ്ങനെ കുറേ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫിയാറ്റ് കാറ് കിടപ്പുണ്ട്. പിന്നെ പല പുതിയ വണ്ടികളും കിടപ്പുണ്ട്, പുതിയ വണ്ടികൾ. അതായത് ഇതുപോലെ തന്നെ ഫാക്ടറിയിൽ നിന്ന് ചെറിയ ചെറിയ പ്രശ്നം പറ്റും. പിന്നെ അതാ നമ്മുടെ ചേതക്ക് കേട്ടോ, ചേതക്കൊരെണ്ണം കിടക്കണുണ്ട് അവിടെ, ചേതക്കുണ്ട്. പിന്നെ ജിക്സറുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വലിയ ചിലവില്ലാതെ നമുക്ക് വണ്ടി ചെയ്യാൻ പറ്റും. ഇതൊരു 150 ഇരിപ്പുണ്ട് കേട്ടോ, ഇവിടെ ഒരു 150 കിടപ്പുണ്ട്. അതായത് വണ്ടി ബജാജിൻ്റെ തന്നെ ഡിസ്കവർ ആണെന്ന് തോന്നുന്നു, ഹോണ്ടയുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു സിവിക്ക് കിടപ്പുണ്ട് കേട്ടോ, സിവിക്ക്. അത് തീരെ ഡാമേജ് കിടക്കുകയാണ്, നമുക്ക് ആ ഏരിയയിലോട്ട് പോകത്തില്ല, കാരണം അവിടെ കുറേ വേസ്റ്റ് തൂക്കിയിട്ടേക്കാണ്. വരുവാണ്. നിങ്ങൾക്ക് ടയറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ടയർ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ടയർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ശക്തിമാൻ വണ്ടിയുടെ ടയർ അതൊക്കെ ഒരെണ്ണം കിടപ്പുണ്ട്. ട്രാക്ടറുടെ ടയറാണെന്ന് അറിയത്തില്ല, ശക്തിമാനാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ട് കാണിച്ചിരുന്നു. എനിക്ക് മിറർ കണ്ടു, മിറർ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് വന്നു. നമുക്കൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട്, സ്കൂട്ടറിൻ്റെ ടാങ്കാണ്. അപ്പോൾ അത് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നമുക്ക് ടാങ്ക് ചെറിയ പൈസയ്ക്ക് തന്നെ കിട്ടി. നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ പൈസ കൊടുത്ത് തന്നെ സാധനം ടാങ്കിങ് മേടിച്ചു. വലിയ തിരക്കേടില്ല. അപ്പോൾ ഇനി അതൊന്ന് അതിലേക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. ഞാൻ ഇതിന് ശേഷം ഡീറ്റെയിൽഡ് വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ട്രൈക്കിൻ്റെ പല പാർട്സും ഞാൻ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനൊരു ടാങ്കൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ തീർക്കാനുള്ള പരിപാടിയിലുണ്ട്. കാരണം ഞാൻ കുറേ ആയി വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം വെച്ചാൽ എനിക്ക് എക്സാം, ക്യാമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവ് മൂലമാണ് വണ്ടിയുടെ വർക്ക് പെർഫെക്റ്റായിട്ടും കറക്റ്റായിട്ടും എനിക്ക് തീർക്കാൻ പറ്റാത്തത്. അപ്പോൾ തുടർന്നും നമുക്ക് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ തുടർന്നും നല്ല വീഡിയോയുമായിട്ടും നല്ല കണ്ടൻറ്റുമായിട്ടും വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജീനിയസ് സൈനിങ് ഔട്ട്.